ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ഈ അനുഗ്രഹീത നോമ്പിൻ്റെ 13-ാം ദിവസത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ്. അതാണ് ബേത്ലഹേം. ലോകം ചെറുതെന്നു കരുതിയ ഒരു സ്ഥലത്തുനിന്ന് ലോകത്തിൻ്റെ തന്നെ രക്ഷകൻ ജനിക്കുമെന്ന് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിരുന്നു. അതാണ് മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രാബ്ദങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടു തന്നെ ഉള്ളതും പുരാതനവും തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വചനം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ആദ്യ പാഠം, നാം ദൈവത്തിൻ്റെ മുൻപാകെ ചെറുതാകണം. അതിനുവേണ്ടി നാം ഞാനെന്ന മനോഭാവം വെടിഞ്ഞ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് താണു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. ആ ഞാനെന്ന ഭാവം നാം ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളിൽ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ദൈവം നെഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആമേൻ. ബേത്ലഹേം എന്നത് വിനയത്തിൻ്റെ അടയാളമാണ്. ദൈവം തൻ്റെ പുത്രനെ ഒരു കൊട്ടാരത്തിലല്ല, ഒരു തൊഴുത്തിലാണ് അയച്ചത്. ദൈവം ചെറുതിനെ തിരഞ്ഞെടുത്തു. ലോകം ശക്തരെയും പ്രശസ്തരെയും തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം തിരയുന്നത് വിശ്വസ്തരെയും വിനയമുള്ളവരെയുമാണ്. സ്തോത്രം. അതാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ൽ പറയുന്നത്: ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ആമേൻ. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം വളരെ സാധാരണമാണ്, എന്നിൽ നിന്ന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ബേത്ലഹേം നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും ചെറുതിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതാണ്. അത് നിത്യനായ ക്രിസ്തുവിന്റെ ജനനമാണ്. സ്തോത്രം. പക്ഷേ അവൻ അവിടെ ആരംഭിച്ചവനല്ല, അവൻ ആദിയിലേ ഉണ്ടായിരുന്നു. അതാണ് യോഹന്നാൻ 1:1 പറയുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. നിത്യനായ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ വേദനയും ദൗർബല്യങ്ങളെയും സ്വീകരിക്കുവാൻ, അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ ജീവിതങ്ങളിലേക്കും അവൻ കടന്നു വരുന്നത്. ബേത്ലഹേം ഇന്നതിൻ്റെ ജീവിതമാണ്. ഇന്നത്തെ ദിവസം ബേത്ലഹേം ഒരു ഭൂപ്രദേശം മാത്രമല്ല, നിന്റെ ഹൃദയമാണ്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന നിന്റെ പരിശ്രമങ്ങൾ, ഒറ്റപ്പെടലുകൾ, കണ്ണുനീരോടെ അനുതാപത്തോടെയുള്ള നിന്റെ പ്രാർത്ഥനകൾ, ഇവിടെയാണ് ദൈവം നിന്റെ രക്ഷാപദ്ധതി ആരംഭിക്കുന്നത്. ദൈവം തന്റെ രക്ഷാപദ്ധതി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. നിനക്കു വേണ്ടി ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. നീ ചെറുതല്ല. നിന്റെ ജീവിതം എൻ്റെ കൈകളിലാണ്. കർത്താവേ, ഈ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്നതിൽ നോമ്പിൻ്റെ ഈ 13-ാം ദിവസത്തിൽ
ബേത്ലഹേമിന്റെ സന്ദേശം എൻ്റെ ഹൃദയത്തിൽ പതിയണം. എൻ്റെ ജീവിതം ചെറുതായി തോന്നിയാൽ നിന്റെ മഹത്തായ പദ്ധതി എന്നിലൂടെയും നിറവേറപ്പെടണം. അതെന്നെ, എൻ്റെ ജീവിതത്തെ വിനയത്തിലേക്ക് നയിക്കണം. ആ വിനയം ക്രിസ്തു എന്നിൽ ജീവിക്കുവാൻ സംഗതിയാക്കണം. എൻ്റെ ആത്മീകവും ഭൗതികവുമായ ജീവിതത്തിൻ്റെ വിജയത്തിന് ആ വിനയം തമ്പുരാനെ സംഗതിയാക്കി തീർക്കുവാനാകണമേ.